ഇന്ദ്രപ്രസ്ഥ വാൽപ്പാറയിലെ 150ഓളം വർഷം പഴക്കമുള്ള ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ്. എനിക്കിവിടെ വന്നപ്പോണ്ടല്ലോ എന്തോ ഭയങ്കര സങ്കടം. കാരണം വരുന്ന വഴിക്ക് ബ്ലോക്കൊക്കെ ഉണ്ടായില്ലേ, അത് കാരണം ഞങ്ങൾക്ക് ഇവിടുത്തെ ആ മഴയും മഞ്ഞൊക്കെ ആയിട്ടുള്ള ഈവനിങ് ആംബിയൻസ് മിസ് ചെയ്തു. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമും ബാത്റൂമും അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിരുന്നു കേട്ടോ. പിന്നെ സിംഗിളായി വന്ന എനിക്ക് അവരൊരു എക്സ്ട്രാ സിംഗിൾ ബെഡും വാപ്പാടി മടി റൂമിൽ സെറ്റ് ചെയ്ത് തന്നു. ഡിന്നറൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ കുറച്ചേരം ഇങ്ങനെ വർത്താനം പറഞ്ഞു. പിന്നെ ഒരു കോഫിയും കുടിച്ച് ഞാൻ ആ പുറത്തുള്ള ബെഞ്ചിൽ പോയിട്ട് കുറേ നേരം ഇരുന്നു. ഞാൻ എന്തെങ്കിലും ഒരാളെ നേരത്തെ നീക്കലുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ എങ്ങോട്ടെങ്കിലും വരുമ്പോൾ മാത്രമാണ് ആ മോർണിംഗ് വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്ത കോടി മഞ്ഞൊന്നും ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിലും വ്യൂ ഒക്കെ ഇടലാണ് കേട്ടോ. ഫിം എന്നെക്കാളും നേരത്തെ എണീറ്റിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയിരുന്നു. വാപ്പ നല്ല ഫ്രെയിംസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഉമ്മാന്റെ ഫോട്ടോസ് എടുക്കണ്ടായിരുന്നു. ഞാനൊരു കോഫി ഇട്ടേ തലേ ദിവസം രാത്രി എഴുന്ന ബെഞ്ചിൽ തന്നെ പോയിരുന്നു. എന്തൊരു ഫീലായിരുന്നു. പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആയി പ്രോപ്പർട്ടി മുഴുവനായിട്ടൊന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഈ ബംഗ്ലാവിന് ചുറ്റും നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ തന്നെയുണ്ട്. എല്ലാ കോർണറിലും നമുക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റുന്ന കുറെ ബെഞ്ചസും ഊഞ്ഞാലും ഉണ്ട്. പിന്നെ ചുറ്റും ടീ ഗാർഡൻ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ഈ തേയില പറിക്കാനായിട്ട് വന്നവരൊക്കെ പരിചയപ്പെട്ടു. ആ ഒച്ച വെക്കുന്നുണ്ടല്ലോ അവരുടെ കൺട്രോളറാണ്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. പിന്നെ എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന തിരക്കിലായി. അതിന്റെ ഇടയ്ക്ക് എൻ്റെ അമ്മക്ക് അവിടെ സർവീസിലുണ്ടായിരുന്നവരെ ചുറ്റുള്ള കുറെ ചെടികളൊക്കെ കൊടുത്തു. പിന്നെ എൻ്റെ അമ്മക്ക് ഒന്നും വേണ്ട, തിരിച്ച് കിഴാറ്റത്തോടേക്ക് പോയാൽ മതി എന്നുള്ള മൈൻഡായി. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി. നല്ലൊരു സ്റ്റേ ആയിരുന്നു. ഇനി ഞങ്ങൾ പോകുന്നത് പറമ്പിക്കുളത്തേക്കാണ്.